എനിക്ക് തന്റെ ബാച്ചിലൊരു ക്രഷ് ഉണ്ടായിരുന്നു. അത് പക്ഷെ നിന്റെ അടുത്തല്ല. പിന്നെ ആരടുത്ത്? ആരടുത്താവട്ടെ. പിന്നെ ആരടുത്തും? ശക്തിച്ചേട്ടൻ്റെ അടുത്ത്. നീ ഇതൂടെ കേട്ടോ, ആ ക്രഷ് എനിക്ക് ഇപ്പോഴും ഉണ്ടാകും. ഡേയ്, നമുക്കിവിടെ നിൽക്കണ്ട, വാ പോ. അഞ്ജലി കൊള്ളൂല്ലളിയാ, അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാൻ മോശം. അവള് വേറെ കെട്ടിപ്പോട്ട്, വാ നമുക്ക് പോവാം. ഇനിയിപ്പോ എന്തായാലും ഞാൻ പറഞ്ഞില്ല, നീ പോണെങ്കിൽ പോ. അഴുക്ക ഏരിയാണ് ഇവിടെ. ഇവിടെ എല്ലാണോ ഭ്രാന്തന്മാരാണ്. നമുക്കിവിടെ ശരിയാവില്ല. മോനെ, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. എന്നുവെച്ചാ നീ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടാ. ശക്തി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതിന് ഞാൻ ഇപ്പൊ പൊയ്ക്കോ, നീ പോവേ. ഓ എടാ, നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ചു വെക്കൂല എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിന്നെ തുറന്നങ്ങ് വിട്ടേക്കുവാ. നീ അങ്ങ് മേടിച്ചു, നീ പോ. എനിക്കിവിടെ വേറെ പരിപാടികളുണ്ട്. എന്തോന്ന്? തന്ന കഞ്ഞിവെള്ളം ഫ്രഷ്, നീ എനിക്കൊരു ക്രഷ്, തരുമോ എനിക്കൊരു കിഷ്? നീ ആരെടുത്ത്? പിന്നെ നിന്റെ അണ്ണനെ പറ്റി നീ എന്തോ വിചാരിച്ചു? ശക്തി മൈ ഫ്രണ്ട്, നീ എന്നോടിങ്ങനെ ചെയ്യല്ലായിരുന്നു. ഈ പെട്ട പാടിനൊക്കെ എനിക്കൊരു ഗുണം വേണ്ടടാ. സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട നീ വയ്യേടാ എനക്ക്. അയ്യാതെന്തിനാണ് സർ? അയ്യേ, എനിക്കൊരക്കം മുളങ്ങിയ അവനെന്ത്? അണ്ണ എടുത്ത സാധനവും തീർന്നു. അടുത്ത് എടുക്കാൻ പോയവനെയും കാണാതിരിക്കണ ഈ സമയത്ത് ഈ ഒരു ലിറ്റർ കൊണ്ടുവന്ന് നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊരു മാലാകയാണ്. താടി വെച്ച മാലാക അല്ലടാ റിഞ്ചു. ഇവിടെ ഇരുന്ന പെഗ് എവിടാ? ആടാ നീ എന്തിനാ എടുത്തടിച്ച? സഹിക്കാൻ പറ്റണില്ല അണ്ണ, അതുകൊണ്ടാ. ക്ഷമി. നമുക്ക് സഹിക്കാൻ പറ്റല്ല. ഒഴിച്ചു വെച്ച പെഗ് എടുത്തടിച്ചോണ്ട് പോണ. അതെന്തോരുമല്ല. എന്നാ എനിക്കിന്ന് അടിച്ച് മരിക്കണം. വെളിയിലാ വേറെ ചെയ്തോണ്ടിരുന്ന ചെറുക്കനെ അവന് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുകൊടുത്തപ്പോ അവന്റെ ട്യൂൺ ചെയ്യണടി. അതിന് എന്തിനു കണ്ടോണ്ട് ചേച്ചി ട്യൂൺ ചെയ്യണത്? ആന്തടി എന്നെ കണ്ടത് ട്യൂൺ ചെയ്യാൻ തോന്നൂലേ? തോന്നും ചേച്ചി. എന്നിട്ട് എന്തരായി? അവനെന്റെ നമ്പർ വേണോന്ന്. എന്നിട്ട് കൊടുത്താ? ഞാൻ കൊടുക്കും. മംഗലൂർ സ്റ്റേഷനിലെ എസ്ഐയുടെ നമ്പർ എന്റെ ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങ് കൊടുത്ത് അവയിരുന്ന് വിളിക്കട്ട്. അതേത് ചെറുക്കനടി? ആ വെളിയിൽ വിറവ് കീറിക്കൊണ്ടിരിക്കണ മഞ്ഞ പഞ്ഞിട്ട തടിച്ച ചെറുക്കനെ അവൻ. അയ്യോ, എന്താ പറ്റി? വെള്ളം മണ്ടേ കയറിയാ? ഇത്രയും ഹാർട്ട് അയച്ചിട്ട് എനിക്കൊരു തിരിച്ചൊരു റിപ്ലൈ തരാത്തത് ശിക്ഷിക്കട്ടാ. ശിക്ഷ കിട്ടിയ ഇനി ചേച്ചി എന്നെ ശിക്ഷിക്ക്. പ്ലീസ്. നിനക്ക് പൂത്തൊളിഞ്ഞ് നിൽക്കുമല്ലോ സാറേ. അവൻ്റെ അടുത്തേ അവൻ്റെ ഫോട്ടോ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ. ഇനി മേല ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി കൊണ്ട് പുറത്തോട്ട് ഇറങ്ങരുത്, മനസ്സിലായോ? പോ. ആരോടും പറയണ്ട. നിന്റെ ഹെൽമെറ്റ് എവിടെ? ഞാനൊരു പരാതി പറയാൻ സ്റ്റേഷനിലോട്ട് വരായിരുന്നു സാറേ. ഹെൽമെറ്റ് ഇല്ലാതെ കൊലപാതകമാണ് സാറേ. എവിടാ? ആയിക്കുട്ടി കോണത്ത് സാവിത്രി അമ്മച്ചി വകയിലെന്റെ അപ്പച്ചിയായിട്ട് വരും. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം വേണം സാറേ. എന്നിട്ട് അവര് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കത്തിക്കും. നല്ല പയറ് പോലെ ചാടി കിടന്ന അമ്മച്ചിയായിരുന്നു. എന്നോട് ഭയങ്കര കാര്യമാണ് സാറേ. എന്നിട്ട് അവന്മാർ ഇപ്പൊ പറഞ്ഞത് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതാകുമ്പോ പോസ്റ്റ്മോർട്ടം വേണ്ടല്ലേ. അപ്പൊ ഇത് ആശുപത്രിക്കാർക്കും കാശ് കൊടുത്താണ് സാറേ. നീ രാവിലെ എത്ര മണിക്ക് അവിടെ ചെന്നേ? സാറേ ഞാനൊരു 9-9 കാണും. നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ചെറുതായിട്ട് സാറേ. ഇവനും അടിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു സാറേ, ഇവര് പ്രാന്താണ്. ആ മുരളിയൊക്കെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ്. ഇവന്റെ വഴിയിൽ അരിവായിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കി അടിയും മാച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇവൻ. അതിന്റെ ചുരുക്കാണ് സാറേ അവന്. സാറേ എന്റെ വണ്ടി. ഓ സാറേ, തൊലവന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. സ്വീറ്റ് ടോയ്സ്. പോലീസാ? ഓ, നീ എത്രയും പെട്ടെന്ന് രക്ഷോട്ടോ. എന്നെ പിടിച്ച ഞാൻ നിന്റെ പേരോടെ പറയും. എന്തോന്നടാ? അവിടെ ഇപ്പൊ പോലീസ് വരും. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും. വെള്ളം അടിച്ചിട്ടാണ് അവർ ചത്തെങ്കിൽ അമ്മച്ചാണ് ഞാൻ നിന്റെ പേരോടെ പറയും. പെട്ടെന്ന് പ്രഷർ വാഷ് എടുത്ത് മാറ്റ്. അത് തൊണ്ടിയാണ്. നീ എന്തോന്നാ പറയണത്? ഞാൻ പോവേണ്. നീ ഇങ്ങോട്ട് വരുന്നോ
അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവള് പോയണ്ണ, അവള് പോയി. അവളെ ആ കാറും കൊണ്ടുപോയി. ഞാനിരിയത്തിലെല്ലാം ജീവിച്ചിരിക്കണേ. ആരടാ 70-78 വയസ്സായ ഒരു അമ്മച്ചെല്ലി മരിച്ചു പോയത്? അനി അവ ഇങ്ങനെ കരയണ എന്തിന്? അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലണ്ണ. ശക്തി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശക്തി എന്നാ സാവിത്രി എന്നാണ് ആ അമ്മച്ചിയുടെ പേര്. എടാ നിങ്ങൾക്കപ്പോൾ കാര്യം പറയാൻ മനസ്സിലായില്ലേ? ഇവിടത്തെ മരിച്ചുപോയ അമ്മച്ചീര ഏതാ കമ്പനിക്കാരെ അപ്പൂപ്പൻ്റെ ആത്മാവ് ഈ ചെറുക്കൻ്റെ ശരീരത്തേറിയിരിക്കുകയാണ്. എനിക്ക് ആ മുറ്റത്ത് നിന്ന് അവളത്ത് രണ്ട് സംസാരിക്കണം. സംസാരിക്കാം. നീ തൽക്കാലം ഇതടി. എനിക്കും കൂടെ. അതിന് നീ ആര്? അല്ല, നേരത്തെ പറഞ്ഞ മാലാക. മാലാക മാങ്ങ കഴിച്ചു പടാ. ചേട്ടാ കണ്ടിട്ട് ഈ റോഡാണെന്ന് തോന്നുന്നില്ല. ഇതല്ലേ കാണിക്കുന്നത്? ആ പാലം കഴിഞ്ഞിട്ടെങ്ങാണ്ടല്ലായിരുന്നു. നീ മിണ്ടായിരിക്കും, നീ തിരികെ ഈ വഴി ആയിരിക്കത്തില്ല സാറേ. പിന്നെ നിനക്കല്ലേ വലിയ നിശ്ചയം? അന്ന് പോയപ്പോ ഇത് ഇങ്ങനെയൊന്നും ഓ, ഇല്ലായിരുന്നല്ലോ. നമ്മുടെ നാടല്ലേ, എന്നും റോഡ് ഒരുപോലെ നടക്കൂ. അടി തട്ടിയെന്ന് ചേട്ടാ എന്റെ വണ്ടിയിൽ അടി തട്ടി. നീ മര്യാദയ്ക്ക് ഓടിക്കാത്തോണ്ടല്ലേ? ഇത് എന്റെ കുഴപ്പമാണോ? എന്തോ ഇത്? ഇതിലിപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെയല്ലേ കാണിക്കുന്നത്? എന്നാ പിന്നെ ഇറങ്ങി നീന്തി രണ്ടുപേരും കൂടെ. അതെ, വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല.